ഇന്ന് ഇരുട്ടാവുകയാണ്. പരമാവധി പേരെ ഇവിടേക്ക് എത്തിക്കണം. കണ്ടോ, ഇങ്ങനെ ചെറിയ കുട്ടികളുണ്ട്, പൊടിക്കുട്ടികളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധജനങ്ങളുണ്ട്. ഇവരെയൊക്കെ ഇവിടേക്ക് എത്തിക്കണം. അത് വളരെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്. ഇരുട്ടാകുന്നതിന് മുൻപ്, ഇപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങി, കാഴ്ച മങ്ങി തുടങ്ങി. ഈ പ്രദേശത്ത് ചെറിയ രീതിയിൽ കോട ഇറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയില്ല. എങ്കിലും വലിയ ഒരു പ്രശ്നം തന്നെ നിലനിൽക്കുന്നുണ്ട്. നിരവധി പേർ ക്ഷീണിതരാണ്. കാരണം ഒരു രാത്രി മുഴുവൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ക്ഷീണം പലരിലുമുണ്ട്. പലരും ഒന്നും കഴിച്ചിട്ടില്ല. അവരെയാണ്, അത്തരത്തിലുള്ള ആളുകളെയാണ് ഈ താൽക്കാലിക പാലത്തിലൂടെ മറ്റുമായി ഇങ്ങോട്ട് എത്തിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. അവരിവിടെ എത്തിച്ച് ഉടൻ തന്നെ ക്യാമ്പിലേക്ക് മാറ്റണം. ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര പേർ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് പോലും കൃത്യമായൊരു കണക്ക് ഇല്ല. പക്ഷെ എത്ര വൈകിയാണെങ്കിലും ആ ജോലിയിൽ നിന്ന്, അതായത് ഇന്നലെ രാത്രി മുഴുവൻ കുടുങ്ങിക്കിടക്കുന്നവരാണ് അവരെ എത്ര വൈകിയാണെങ്കിൽ കൂടി ഇക്കരയിലേക്ക് എത്തും, സുരക്ഷിത കരങ്ങളിലേക്ക് എത്തിക്കും, ക്യാമ്പുകളിലേക്ക് എത്തിക്കുമെന്നാണ് അധികാരികൾ പറയുന്നത്, രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതിനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ട്. ഇനിയും കുറച്ച് സമയങ്ങൾ കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും ഇരുട്ടാകും. അതിനു മുൻപ് പരമാവധി പേരെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ പേരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പലരും അവശരായി തുടരുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ആശുപത്രിയിലേക്ക് കൂടുതൽ പരിക്ക് പറ്റിയ ആളുകളൊക്കെ തന്നെ അപ്പുറത്തുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നമുക്ക് പറയുമ്പോൾ ഒരു ദുരന്ത ഭൂമിയിൽ കയ്യിൽ കിട്ടാവുന്നതൊക്കെ എടുത്തുകൊണ്ട് ഓടി വന്നവരാണ് ഇവർ പലരും. അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും പറയാനായിട്ട് വാക്കുകൾ ഇടറുന്നുണ്ട്. കലങ്ങിയ കണ്ണുകളോടെയാണ് പലരും വരുന്നത്. അത്രമാത്രം വിഷമത്തിലാണ് ഓരോരുത്തരും. ചേട്ടാ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ നിലവിലെ അവസ്ഥ എന്താണ്? അവിടുത്തെ മുകളിലെ ഒന്നും കറക്റ്റായിട്ട് ഇന്നലെ 1 മണിക്ക് തുടങ്ങിയതാണ്. അവിടെ നിൽക്കുമായിരുന്നു. വീടിന് ഫ്രണ്ടിൻ്റെ അടുത്ത് റിസോർട്ടിൽ ഞാൻ ഇന്നലെ പോകണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്നുള്ള ഒരു റിപ്പോർട്ടാണ്. ഒന്നും അറിയത്തില്ല. എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അറിയത്തില്ല. ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ട്രീ വാലിയിലായിരുന്നു കുടുങ്ങിക്കിടക്കുക. അല്ല, എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ വന്നതാണ്. ഇങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. അപ്പോഴാണ് ഇല്ല, അതിന് ചുറ്റോട്ടത്തേക്ക് ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിന് താഴോട്ടേക്കായിരുന്നു വിഷയം ഉണ്ടായിരുന്നത്. കാരണം താഴെ മൊത്തം മണ്ണിടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വഴിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? വളരെ വിഷമിപ്പിക്കുന്ന കാഴ്ചകളാണ്. പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കൂടുതലും. പ്രത്യേകിച്ച് നമ്മൾ എന്ത് പറയാനാണ്, ഇത് കൂടുതൽ വരാനുള്ള എല്ലാം വന്നു. കുടുങ്ങിക്കിടക്കുന്നവരുണ്ടല്ലേ? കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ടിന്റെ ആ സൈഡിലേക്കില്ല, പക്ഷെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉള്ളവരെല്ലാവരും എത്തിയോ? റിസോർട്ടിലുള്ളവരെല്ലാവരും കൂടി എത്തി. വിദേശത്തു നിന്നുള്ള വിദേശികൾ റിസോർട്ടിൽ ഇതില്ലായിരുന്നു, കസ്റ്റമേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ശരി. ഒരു ക്യാമ്പിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പലരും റിസോർട്ടിലൊക്കെ വന്ന് കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ രക്ഷിച്ചു. ഇനിയും കുറേ പേർ ഇങ്ങനെ ദുരന്ത ഭൂമിയിൽ നിന്ന് വരികയാണ്. കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കയ്യിൽ നിന്നെടുത്ത് വരുന്നവരാണ് ഭൂരിപക്ഷം പേരും. അവരെ പെട്ടെന്ന് ക്യാമ്പിലേക്ക് മാറ്റുകയാണ്. ഇവിടെ അധിക സമയം ഇങ്ങനെ അവർക്ക് നിന്നാൽ അതിൻ്റെ ഒരു പ്രശ്നം, കൂടുതൽ പേരെ അങ്ങോട്ട് ക്യാമ്പിലേക്ക് മാറ്റേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ, കാരണം ഇരുട്ടാകാറായി, സമയം വൈകാറായി, നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വൈകുന്ന ഓരോ മിനിറ്റുകളും രക്ഷാപ്രവർത്തനത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ വളരെ പെട്ടെന്ന് ആളുകളെ പൂർണ്ണമായും മാറ്റുന്ന രീതിയിലേക്ക് അവിടെ സുരക്ഷിതരായി എത്തിയവരെയൊക്കെ തന്നെ ഇപ്പോൾ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വൈകുന്ന ഓരോ മിനിറ്റുകളും നിർണായകമാണ്. ഇരുട്ടായി തുടങ്ങി, ഇനി അധികം സമയമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഓരോരുത്തരെയും മാറ്റണം. ഇപ്പോൾ കണ്ട കയ്യിൽ കിട്ടിയതൊക്കെ തന്നെ മാത്രം എടുത്തുകൊണ്ട് മറ്റൊന്നുമില്ലാതെ വരുന്ന ആളുകൾ അങ്ങനെ നിരവധി പേര്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, വീട് പോയി, എല്ലാം പോയെന്നാണ്. വർഷങ്ങളായി താമസിച്ചിരുന്ന വീടുകൾ പോയി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഓരോ മനുഷ്യരും.